പ്രളയം തലസ്ഥാനത്തിന് തുടർക്കഥയാകുന്നു. ഈ പോക്ക് തുടർന്നാൽ വരുന്ന ആളുകൾ ഇതിനേക്കാൾ വലിയ ദുരിതവും ദുരന്തവുമാണ് തലസ്ഥാനത്തിന് കാത്തിരിക്കുന്നത്. നല്ലൊരു മഴ പെയ്താൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങുകയാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? പരിഷ്കാരത്തിൻ്റെയും നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി ദുരമൂത്ത മനുഷ്യൻ കുന്നായ കുന്നെല്ലാം ഇടിച്ച് കുഴിയായ കുഴിയെല്ലാം നികത്തി. തെക്കു ചരിഞ്ഞ നമ്മുടെ ഭൂപ്രദേശത്ത് കുന്നിൽ പെയ്തിറങ്ങുന്ന മഴനീർ അരുവിയും തോടും മാറും നിറഞ്ഞൊഴുകി കടലിൽ പതിക്കുന്നു. ഒപ്പം കിണറും കുളവും പാടങ്ങളും ജലസമൃദ്ധമായി നിലനിർത്തുന്നു. നഗരത്തിലൂടെ ഒഴുകി സമുദ്രത്തിൽ പതിക്കുന്ന നദീജലം വേലിയേറ്റ സമയങ്ങളിൽ പൂർണ്ണമായും കടലിൽ പോകാതെ സമീപ പ്രദേശത്തെ ചതുപ്പ് നിലങ്ങളിൽ കെട്ടിനിൽക്കും. പിന്നീട് ഇത് വേലിയേറ്റം കഴിഞ്ഞാൽ കടലിലേക്ക് പോകാറാണ് പതിവ്. എന്നാൽ ഇത്തരത്തിൽ വെള്ളം കെട്ടി നിന്ന ചതുപ്പ് നിലങ്ങളെല്ലാം നികത്തി വലിയ വലിയ മണിമാളുകൾ കെട്ടിപ്പൊക്കി. വേളി മുതൽ ഈഞ്ചക്കൽ, ശംഖുമുഖം, മുട്ടത്തറ, അമ്പലത്തറയൊക്കെ അടുത്ത കാലം വരെ ചതുപ്പ് നിലങ്ങളായിരുന്നു. കിഴക്കേക്കോട്ടയിലെ പുത്തരിക്കണ്ട മൈതാനം മുൻപ് നെൽകൃഷി ചെയ്തിരുന്ന നിലമായിരുന്നു. കോട്ടയ്ക്കകത്ത് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകി എത്തുന്ന മഴനീർ ഈ പാടങ്ങളിൽ നിറഞ്ഞ് സമീപത്തിലെ തോട്ടിലൂടെ കടലിലെത്തും. എന്നാൽ ഈ പാടങ്ങളെല്ലാം നികത്തിയതിൻ്റെ ഭാഗമായി തന്നെ ഈ വെള്ളം കെട്ടി നിൽക്കാനുള്ള സ്ഥലം ഇല്ലാതായി. തുടർന്ന് ഈ വെള്ളം റോഡിൽ കെട്ടി നിൽക്കുന്നു. അട്ടക്കുളങ്ങര നിന്നും കിള്ളിപ്പാലത്തേക്ക് പോകുന്ന ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്ന ചതുപ്പ് നിലത്തിലൂടെയാണ്. കുര്യാത്തി സ്കൂളിന് കീഴ്ഭാഗം ചതുപ്പ് നിലമായിരുന്നു. ഇതെല്ലാം നികത്തി ബഹുനില കെട്ടിടങ്ങൾ പണിഞ്ഞു. വെള്ളം ഒഴുകിയെത്തി കെട്ടിനിന്ന ആവാസ വ്യവസ്ഥയിലേക്ക് മനുഷ്യൻ അതിക്രമിച്ച് കയറിയപ്പോൾ ഉണ്ടാകുന്ന ദുരിതമാണിത്. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ സൃഷ്ടിച്ചെടുത്ത ദുരന്തമാണ്. സൗന്ദര്യനിരപ്പിന് സമാനമായോ ഒരല്പം താഴ്ന്നോ കിടക്കുന്ന തിരുവനന്തപുരത്തിൻ്റെ ഭൂപ്രകൃതി പരിഗണിക്കാത്ത വികസനം കൂടുതൽ ദുരിതങ്ങൾ വരുന്ന ആളുകൾ വിളിച്ചു വരുത്തും എന്നുള്ളത് ഉറപ്പാണ്.